നമ്മുടെ കേരളത്തിൽ അതിഭയങ്കരമായൊരു മാറ്റം നടക്കുകയാണ്. അതായത് 50 വർഷമായിട്ടുണ്ടായിരുന്നൊരു കേരളമല്ല നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ NH-66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു കേരളത്തിൻ്റെ കംപ്ലീറ്റ് മുഖവും മാറുകയാണ്. ഇതൊരു വലിയൊരു ചരിത്രമാണ്. ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണാൻ, നിങ്ങളുടെ മൊബൈലിലൂടെ കാണാൻ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ഹൈവേയുടെ അപ്ഡേറ്റ് നമ്മൾ കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം മുതൽ പൊന്നാനി വരെയുള്ള റോഡിൻ്റെ അപ്ഡേറ്റാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ സംഗതി സൂപ്പറാണ് കേട്ടോ. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇങ്ങനെ ഇടിച്ച് ലെവൽ ചെയ്ത് നല്ല പൊള്ളിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ഇവിടെ നല്ല ഒരു ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. ഫാസ്റ്റായിട്ട് വർക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2 മാസം മുമ്പ് ഇതുവഴി വന്നിരുന്നു. അപ്പോൾ ആ 2 മാസം മുമ്പ് കണ്ട കാഴ്ചയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു വലിയൊരു മാറ്റം ഫീൽ ചെയ്യണത്. ഇപ്പോൾ സ്ഥിരം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റമൊന്നും ഫീൽ ചെയ്യാൻ കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 സൈഡിലെയും ഈ എന്താ പറയുക കുന്നൊക്കെ ഇങ്ങനെ ഇടിച്ച് മാറ്റി നല്ല അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ സൈഡിൽ ഇതിൻ്റെ ഭിത്തി ബലപ്പെടുത്തുന്ന വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈവേ ചെറിയൊരു വളവാണ്. അപ്പോൾ ഇവിടെ ഹൈവേയുടെ അകത്തൂടെയാണ് വണ്ടി വെക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഹൈവേയുടെ അകത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നേ ഉള്ള ചെറിയ റോഡാണ് നിങ്ങളിതാ ഇപ്പോൾ കാണുന്നത്. ഈ ചെറിയ റോഡും ആ വലിയ റോഡും തമ്മിലുള്ള ഒരു വ്യത്യാസമല്ലേ. അപ്പോൾ കഴിയുന്നത് ഞാൻ സ്ഥലങ്ങളുടെ പേരെല്ലാം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ബോർഡോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരൂടെ പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് തുടങ്ങി. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു അവസ്ഥയാണ് ഇവിടെ. അതായത് വളരെ ഫാസ്റ്റാണ് കേട്ടോ, വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് നോക്കട്ടെ. ഇത് അയങ്കലം. ഇത് കുറ്റിപ്പുറം കഴിഞ്ഞ് അയങ്കലം എന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ സർവീസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇവിടെ ഒരു അണ്ടർപാസൊക്കെ ഉണ്ട്. അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുകൾ വശത്തെ കോൺക്രീറ്റ് കഴിഞ്ഞു. ഇവിടെ ഇനി മണ്ണിട്ടൊക്കെ ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ എന്താണ് സെറ്റപ്പ് എന്നറിയില്ല. കുറേ വണ്ടികൾ അകത്തൂടെ പോകുന്നുണ്ട്. എന്തായാലും ആരോ ചിഹ്നം ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അതായത് 2 മാസം മുമ്പ് കണ്ട ഒരു കാഴ്ചയല്ല. അടിപൊളി. അപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും നല്ല സൂപ്പറായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മുടെ ഹൈവേയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയതായിട്ട് ടാർ ചെയ്ത ഹൈവേ കൂടെ തന്നെയാണ് പോകുന്നത്.
നല്ല വീതിക്ക് ടാർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് പണി തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ അപ്പർ സൈഡും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈവേയുടെ വീതി കൂടിയപ്പോൾ തന്നെ ഇവിടെ സൈഡിലൊരു പുതിയൊരു പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട്. ഓ, ഇവിടെ അങ്ങ് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഭയങ്കരമായ മാറ്റമാണ് കേട്ടോ. ഇവിടെയൊക്കെ ടാർ ചെയ്തപ്പോൾ തന്നെ ആ റോഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു തനി സ്വരൂപം പുറത്ത് വന്നിട്ടുണ്ട്. അത്ര വീതിയാണ് കേട്ടോ റോഡ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ്. രണ്ട് സൈഡും ടാറിങ് നടന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ബോർഡൊന്നും കാണുന്നില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കട്ടെ, പറഞ്ഞുതരാം. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ അങ്ങ് സ്ഥലമൊക്കെ മാറി. നമുക്ക് അറിയാൻ പോലും പറ്റാത്ത രീതിയിലായി കഴിഞ്ഞു. ഇവിടെ കുറച്ച് അതായത് വർക്ക് സ്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ തൊട്ട് ഫ്രണ്ടിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ വർക്ക് തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അവിടെ അടുത്ത് വരുമ്പോൾ മനസ്സിലാവും. ഈ സ്ഥലത്തിൻ്റെ പേര് പന്തേപാലം ബ്രിഡ്ജ് എന്നാണ്. സോറി, പന്തേപാലമാണ്. ഒരു പന്തേപാലം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടു. ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡ് മണ്ണൊക്കെ ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സ്ഥലവും. ഇവിടെ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. അടിപൊളി, നല്ല കിടിലമായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചെളിയാണ്, ഇതിൻ്റെ സൈഡിലൊക്കെ ചെളിയാണ്. ഇത് ഏതോ ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. ശിവകാശി പടക്കങ്ങൾ. ഒരു തട്ടുകട പോലൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. അവിടെ പേരെഴുതിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി, പേരൊന്നും എഴുതിയിട്ടില്ല. രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച നല്ല രസമാണ്. സൈഡിൽ വയലൊക്കെ ഉണ്ട്. നമ്മൾ വയലിൻ്റെ സൈഡിൽ കൂടെയാണ് ഒരു യാത്ര. പക്ഷേ ഇവിടെ നല്ലൊരു സ്ട്രൈറ്റ് റോഡാണ്. നല്ലൊരു സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് നല്ലൊരു രസമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തൂടെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. ഇവിടെയും ഹൈവേയുടെ, അതായത് സെൻട്രൽ വരുന്ന ഹൈ സ്പീഡ് ട്രാക്കിൻ്റെ ടാറിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൈഡ്. പിന്നെ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇതിൻ്റെ അപ്പർ സൈഡും ടാർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഇതാ വീണ്ടും ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്.
ഇവിടെ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. സൈഡിൽ അതായത് ഈ അണ്ടർ പാസേജ് ഉള്ളതുകൊണ്ട് ഇവിടെ സൈഡിൽ നിന്ന് മണ്ണിട്ട് പൊക്കിയാണ് വരേണ്ടത്. അപ്പോൾ അതിനുള്ള വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണാം. പിന്നെ അണ്ടർ പാസേജ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും സൈഡ് എന്താ പറയുക, സർവീസ് റോഡിൻ്റെ ടാറിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ പോകുന്നത് ആ പഴയ റോഡാണ്. 2 സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഫില്ല് ചെയ്യണത് ഇവിടെ നമ്മളിപ്പോൾ കണ്ടല്ലോ കുറച്ച് മുമ്പായിട്ട്, അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ മഴയായിരുന്നതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വരെ വർക്കിനെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഇട സൈഡിൽ നോക്കി നോക്ക്. ഇട സൈഡിലൊക്കെ ടാറൊക്കെ ചെയ്ത്, അതായത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവർ ടാറൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയിരുന്നാൽ അങ്ങനെയാണ്. വലത് സൈഡിൽ ടാറിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ അടിപൊളിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ഹൈവേ സെൻട്രൽ പോർഷൻ ടാറിങ് നടന്നു. നമ്മളിപ്പം ഹൈ സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വലിയ 2 ക്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ എന്തോ കാര്യമായ വർക്ക് നടക്കുന്നുണ്ടല്ലോ. ക്രെയിനെന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്രെയിനാണ് കേട്ടോ. ഇവിടെ ഈ പാലത്തിൻ്റെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ബീം തൂക്കിയെടുക്കുന്ന വലിയ എന്താ പറയുക, വലിയ ക്രെയിനാണത്. ഇവിടെ നല്ല രീതിയിൽ ടാറിങ് സെൻറ്ററിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വണ്ടി ആ സൈഡിൽ കൂടെ വിടുന്നില്ല. ഈ സൈഡിൽ കൂടെയാണ് വണ്ടി കംപ്ലീറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ പാലം എന്നാണ് തോന്നുന്നത്. കണ്ടോ, സ്റ്റീലിൻ്റെ ആ ഒരു പാലത്തിൽ വയ്ക്കുന്ന ബീമുകളാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏതോ ഒരു ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇത് പൊന്നാനിയാണ്, പൊന്നാനി. നമ്മളിപ്പോൾ പൊന്നാനി ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടൗൺ ഏരിയ ആയിട്ട് പോലും ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ പൊന്നാനി ഭാഗത്ത് ഫ്ലൈ ഓവർ ആണെന്നാണ് തോന്നുന്നത്. അവിടെ അതിൻ്റെ തൂണുകളുടെ വർക്ക് നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവറാണ് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. വലിയ വലിയ JCBകളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പൊന്നാനി ടൗൺ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, പൊന്നാനി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത പാർട്ടിൽ പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയാണ്. അപ്പോൾ ആ ഒരു പാർട്ട് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.